ഗൈസ് ഒരു ലോഡ് വണ്ടികൾ, ഒരു ഇഷ്ടം പോലെ വണ്ടികളുടെ ഒരു ചാകരയുടെ ഇടയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. വണ്ടികൾ കാണാണ്ട് ഒക്കെ നല്ല എക്കണോമി ക്ലാസ്സുകൾ, എന്താ പറയുക, ഒരു 10 lakh ബിലോയിലുള്ള ഇഷ്ടം പോലെ കാറുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ പോണത്. സോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഞാൻ 1 by 1 വണ്ടികളായിട്ടുള്ള അതിൻ്റെ മോഡൽ, അതിൻ്റെ പ്രൈസ്, കിലോമീറ്റർ, ഓണർഷിപ്പ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതോ അതാത് വണ്ടികളുടെ ഗ്ലാസ്സും ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാറിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ പേര് മാത്രം നിങ്ങൾക്ക് അതിലെ നമ്പറുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ വണ്ടിയുടെ കളറോ അതിൻ്റെ കാര്യങ്ങളോ മെൻഷൻ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഈ കാറിനെ പറ്റി ചേട്ടാ എനിക്ക് കൂടുതൽ അറിയണം എന്ന് താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഓരോരോ വണ്ടികളായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഷോറൂമിലെ എല്ലാ വണ്ടികളും ഞാൻ കവർ ചെയ്യാൻ പോകട്ടെ. കാരണം ഒന്ന് ഹൈറ്റിൽ അഭിയൊന്ന് കാണിച്ചു കൊടുത്താൽ എത്ര വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികളുടെ എല്ലാ ഡീറ്റെയിലുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ത്രൂ ഔട്ട് കാണാം. നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെറുതെ പെട്രോൾ ചെലവും കളഞ്ഞിട്ട് ഈ ഷോറൂമിൽ വന്ന് ഇങ്ങനെയൊക്കെ നടക്കണ്ട, ഫുൾ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഈ വീഡിയോ മാക്സിമം നമുക്ക് റീച്ച് എത്തിക്കണം. സോ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് KL8 CD അമേസ് ആണ്, ഹോണ്ട അമേസ്. ഈ ഹോണ്ട അമേസിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കാം. KL8 വണ്ടി കേട്ടോ. ഈ വണ്ടി കിലോമീറ്റർ എൻ്റെ പൊന്നെ ഞെട്ടിക്കുന്ന കിലോമീറ്റർ, 2300 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടാ. വെറും 2300 ഇതിൽ എഴുതിയിട്ടുള്ളത്. സത്യമായിരിക്കും, കാരണം 8,75,000 വണ്ടിയുടെ റേറ്റ് ഇവർ ചോദിക്കണത്. 2024 മോഡൽ ഹോണ്ട അമേസ് പെട്രോൾ എഞ്ചിനിൽ വെറും 2300 കിലോമീറ്റർ. ബിഗ് എന്താ പറയുക, ഇതിന് മേലെ ഇതിന് ലോ കിലോമീറ്റർ വണ്ടി ഇന്ത്യ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇനി അടുത്തത് ഒരു ടാറ്റയുടെ മാൻസാട്ടാ, അതായത് ഡിക് സ്പേസ് ഉള്ള അടിപൊളി വണ്ടി. 2012 മോഡൽ വണ്ടി, വൈറ്റ് കളറ്, ഡീസല്, 1,30,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിട്ടാ. ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് 2,75,000 രൂപയാട്ടാ ഇതിന്റെ റേറ്റ് ചോദിക്കണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറവോ കൂടുതലോ എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി അടുത്ത വണ്ടി ഞാൻ കാണിച്ചു തരാം. XUV KL8 വണ്ടിട്ടാ. തൃശ്ശൂർക്കാർക്കുള്ള തൃശ്ശൂർ രജിസ്ട്രേഷൻ. ഈ ഷോറൂം തൃശ്ശൂർ ടൗണിൽ വരണം കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാനായിട്ട് കമന്റ് ചെയ്താലോ വാട്സാപ്പ് ചെയ്താലോ ഞാൻ പറഞ്ഞുതരാം. സോ ഈ വണ്ടി വരുന്നത് 2012 മോഡൽ, സിൽവർ കളറ്, 1,20,000 കിലോമീറ്റർ ഓടിയേക്കണു. തൃശ്ശൂരാണ്. ലൈഫ് ടാക്സ് 4,90,000 രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകട്ടെ. ഇതൊക്കെ ലോൺ കിട്ടുക. എനിക്കാണ് ചിലപ്പോൾ വല്ല 4 രൂപയ്ക്ക് ലോൺ കിട്ടും. ബാലൻസ് ഒരു 10,50,000 രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് XUV വീട്ടിൽ കൊണ്ടുപോകാം. ഇനി കിട്ടില്ല വണ്ടി ടെറാനോ. അടുത്തത് വരുന്നത് KL1 ആണ് വരുന്നത്. വൈറ്റ് കളർ വണ്ടി, 2014 മോഡല്, 3.5 ലക്ഷം രൂപയാണ് ആകെ കൊടുത്ത് ചോദിക്കുന്നത്. 2014 മോഡൽ ടെറാനോ 3.5 ലക്ഷം. 6 സ്പീഡാണ്, 110. അടിപൊളി വണ്ടി, ഭയങ്കര രസം. ഞാൻ ഈ വണ്ടിയെ 1.5 കൊല്ലത്തോളം ഞാൻ പേഴ്സണൽ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കിട്ടില്ല വണ്ടിയാണ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് വെർണ, 2015 മോഡൽ വെർണ കേട്ടാ. ഡീസല്, സിംഗിൾ ഓണർ, 2015 KL46. തൃശ്ശൂർ തന്നെ ഗുരുവായൂർ നിൽക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് പറയണത് 5,30,000 രൂപയ്ക്ക് ഈ വണ്ടികൾക്ക് കൊണ്ടുപോകും. ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് സൈലോ ആണ്. സൈലോ വെറും 2,40,000 രൂപയ്ക്ക് കിഡിലൊരു, ഇത് 7 സീറ്റർ അല്ല കേട്ടോ, സൈലോ അല്ല, അത് ക്വാണ്ടോ എന്ന് പറഞ്ഞ വണ്ടിയില്ലേ മഹേന്ദ്രയുടെ, അതായത് 5 സീറ്റർ ആണ്. പക്ഷേ 7 സീറ്റർ പോലെ അല്ലെങ്കിൽ ഒരു XUV പോലെ നിങ്ങൾ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിടില വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 7 സീറ്റർ ആയിട്ട് കാണുമ്പോൾ പെട്ടെന്ന് തോന്നി കഴിഞ്ഞാലും 7 സീറ്റർ അല്ല, 5 സീറ്റർ ആണ്. പക്ഷെ 7 സീറ്ററിൽ ട്രാവൽ ചെയ്യണ പോലെ ട്രാവൽ ചെയ്യാനായിട്ട് മഹേന്ദ്ര ഇറക്കിയിട്ടുള്ള ഡീസൽ വാഹനം, 1,00,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, വെറും 2,40,000 രൂപ. നിങ്ങളുടെ വല്ല 10,40,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കൊണ്ടേക്കോ. പെട്ട വണ്ടിട്ടാ, നല്ല രസം വണ്ടി കാണാനായിട്ട്, സൂപ്പർ വണ്ടി. ഇനി അടുത്തത് ബെലിനോ KL51, 2018 മോഡൽ, വെറും 79,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ കാറ്, 5,20,000 രൂപ കേട്ടോ. 5,20,000. ബെലിനൊക്കെ ഒരുപാട് ഫാമിലി ഫാൻ ബേസ് ഉള്ള വണ്ടികളാണ്. ഇനി അടുത്തത് സ്കോർപിയോ, 2012 മോഡൽ, ഡീസല്, 1,15 കിലോമീറ്റർ, 1,15,000 മാത്രം ഓടിയിട്ടുള്ളൂ. 3,4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടില്ല. സ്കോർപിയോ കൊണ്ടുവരാം കേട്ടോ. 2012 മോഡൽ സ്കോർപിയോ. ഇതാണ് സൈലോ, അതായത് മഹേന്ദ്രയുടെ സൈലോ, 2011 വൈറ്റ്, ഡീസൽ, 1,31,000 കിലോമീറ്റർ ഓടിയത്, 1,90,000. ഈ വണ്ടിയുടെ തന്നെ 5 സീറ്റർ ആണ് നമ്മൾ അവിടെ കണ്ട ക്വാണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള മഹേന്ദ്രയുടെ വണ്ടി. ഈ വണ്ടി എന്ന് പറയുന്നത് 7 സീറ്റർ ആണ്. ഞാൻ ഇതിന്റെ ഫ്രണ്ട് കണ്ടപ്പോൾ ഇതൊക്കെ സെയിം ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇതും 7 സീറ്റർ ആണെന്ന് വിചാരിച്ചു പോയി. അല്ല ഇത്. ഇനി നേരെ ഓടി. ഇത് ആക്ച്വലി DL രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ. ഇത് 2016 മോഡൽ, ബ്ലൂ കളർ, 67,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 12,50,000 പ്ലസ് ടാക്സ് നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് അതർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ RT ഓഫീസിലേക്ക് നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇതാണ് പ്രീമിയം കാരണം ഈ റോയിൽ എടുക്കുന്നത്. പിന്നെ ഇത് i20 എടുക്കുന്നുണ്ട്, പക്ഷേ ഇതിന്റെ ഡീറ്റെയിൽ ഇവിടെ കിട്ടിയിട്ടില്ല. സോ ഈ i20 നോക്കിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ കണ്ടിട്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം. കാരണം അവർ പേപ്പർ ചിലപ്പോൾ ഇന്ന് വന്ന ന്യൂ സ്റ്റോക്ക് ആയിരിക്കും ഷോറൂമിൽ, അതുകൊണ്ട് അതിന്റെ പേപ്പർ ഇട്ടിട്ടില്ല. സോ പേപ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ കളറോ i20 അടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി പറഞ്ഞുതരാം കേട്ടോ. ഇനി ലാസ്റ്റ് ഈ റോയിൽ എടുക്കുന്ന ലാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ലോഡ്ജി കിട്ടില്ല വണ്ടി കേട്ടോ. അതായത് നിങ്ങൾ എന്തിനാണ് ഈ മറ്റേ ഇന്നോവ അങ്ങനത്തെ വണ്ടികൾ പോകണമെന്ന് അറിയില്ല. ഈ വണ്ടി നല്ല രസമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നല്ല 7 സീറ്റർ വണ്ടിയാണ്, നല്ല സൗകര്യമുള്ള വണ്ടിയാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് 2017 ഒക്ടോബർ, ഡീസല്, 1,08,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ഇതിന്റെ വില ചോദിക്കുന്നത് വെറും 5.5 ലക്ഷം രൂപ കേട്ടോ. 2017 മോഡൽ വണ്ടിക്ക് ആകെ 5.5 ലക്ഷം രൂപ ചോദിക്കണല്ലോ. എനിക്ക് തോന്നുന്നത് ഇതിനും അത്യാവശ്യം നല്ല ലോൺ വീഴാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഇനി അടുത്ത റോളിലേക്ക് പോവാം. ഗായ്സ്, വണ്ടികൾ ഇനിയും തീർന്നിട്ടില്ല. അതായത് ഇനിയും കിടക്കണം ഈ റോല് മുഴുവൻ എക്കണോമിക് ക്ലാസ് നിങ്ങൾ ഫാമിലി വണ്ടികൾ. ഈ വണ്ടി എന്ന് പറയുന്നത് മോഡൽ ഏതാണെന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇതുമേയും അവർ ഈ പേപ്പർ വെച്ചിട്ടില്ല, പുതിയ സ്റ്റോക്ക് ആവും. ഗ്ലാസ്സും എഴുതിയിട്ടുള്ള സീരിയൽ നമ്പർ പ്രകാരം ഇത് 2008 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ 2008 ഐറ്റം ചേട്ടാ കണ്ടിരുന്നല്ലോ, അതിന്റെ റേറ്റ് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് മൈക്ര. ഒരുപാട് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് നിസാന്റെ മൈക്ര എന്ന് പറയുന്നത്. പക്ഷെ ഇത് പെട്രോളാണ്, 2015 മോഡൽ. തൃശ്ശൂർക്കാർക്കാണെങ്കിൽ കെയിലൈറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ 74,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2,80,000 രൂപയാണ് ആകെ ചോദിക്കണം. നിങ്ങൾക്ക് സുഖമായിട്ട് ചെറിയൊരു എമൗണ്ട് മേടിച്ച് വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അപ്പോൾ ആ വൈറ്റ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും കാണാനില്ല. പിന്നെ നിസ്സാര വിലയ്ക്ക് ഒരു അടിപൊളി വണ്ടി, അതായത് 5 സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ ആയിട്ട് 2016 മോഡൽ പെട്രോള്, 81,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസിൽ വരുന്ന വണ്ടി. 1,90,000 രൂപ, വെറും 1,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് പുതിയത് വാങ്ങുമ്പോൾ എനിക്ക് വേണേൽ 5 ലക്ഷം രൂപ 5.5 ലക്ഷം രൂപ ഓളം ഇതിന് വില വരുന്നുണ്ട്. ഇത് വെറും 1,90,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2016 വണ്ടി കൊണ്ടുപോകാൻ പറ്റട്ടെ, ബെസ്റ്റ് വണ്ടി. ഇനി അടുത്തത് ഇവിടെ എക്സ്പ്രസോ എന്ന് പറയുന്നത് ഒരുപാട് എക്കണോമി സ്റ്റാർട്ടിംഗ് ലെവൽ മാരുതിയുടെ കാറാണ്. വളരെ സിമ്പിളായിട്ട് രണ്ടുപേരുള്ള ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാവുന്ന വണ്ടി. സിംഗിൾ ഓണർ വണ്ടി, 1,20,000 കിലോമീറ്റർ ഓടിക്കണു. പെട്രോള് 2021 മോഡൽ, 3,40,000 രൂപ ചോദിക്കുന്നു. ഇനി നെക്സ്റ്റിലോ 2008 മോഡല് പെട്രോള്, 93,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2028 വരെ ടെസ്റ്റ്. ഈ വണ്ടിയുടെ പേപ്പേഴ്സ് ക്ലിയർ ആണ്. റേറ്റ് ചോദിക്കുന്നത് 1,30,000 രൂപ. പക്ഷേ ഈ വണ്ടിയുടെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ഈ 1,30,000 എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഈ വണ്ടി ഉണ്ടല്ലോ ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങളൊരു ഫാമിലിയായിട്ട് യൂസ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ടയറൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടുപുത്തൻ ടയർ, പുത്തൻ വണ്ടി, അതായത് ഷോറൂമിൽ എടുക്കുന്ന പോലെ കിടക്കുന്നത് അത്ര നീറ്റ് വണ്ടി കേട്ടോ. സോ അപ്പം അങ്ങനെ കാൽക്കുലേഷനിൽ ഈ വണ്ടിയുടെ റേറ്റ് അത്ര കൂടുതലല്ല, നിങ്ങൾക്ക് നേരിട്ട് മേടിക്കാവുന്നതാണ്. ഇനി അടുത്തതൊരു മൈക്ര 2016 മോഡൽ കെയിലൈറ്റ് വണ്ടിട്ടാ, വൈറ്റ് കളറ്, പെട്രോള്, 30,000 കിലോമീറ്റർ ആ കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ വണ്ടിയാണ്. 4,30,000 രൂപ ചോദിക്കുന്നത്. 30,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഇത് ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ മേടിക്കാം. കെയിലൈറ്റ് തന്നെയാണ് വണ്ടി വരുന്നത്. വാഗണർ എക്കണോമിക് ക്ലാസ് വണ്ടി, 2007 മോഡല്, പെട്രോള്, 87,000 കിലോമീറ്റർ, പുതിയ ഇൻഷുറൻസ്, 95,000 രൂപ. അമ്പോ അത് കലക്കിട്ടാ, വെറും 95,000 രൂപ ഉള്ളൂ. സിമ്പിൾ സാധനം, 1 ലക്ഷം രൂപയുടെ താഴെ കിടക്കണ ഒരു സിമ്പിൾ വണ്ടി, ബ്ലാക്ക് കളർ. ഇത് കണ്ടാൽ നല്ല രസമുള്ള വണ്ടി കേട്ടോ. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടി കേട്ടോ. ധൈര്യമായിട്ട് മേടിച്ചോ. പിന്നെ അടുത്തത് സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് വണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഇതിലെല്ലാം മാനുവല ഇത്ര നേരം കാണിച്ചത്. ആ ഓടി പ്രീമിയം കാണിച്ചത് ഓട്ടോമാറ്റിക് ആണ്. അടുത്തൊരു ഓട്ടോമാറ്റിക് എക്കണോമിക് ക്ലാസ് വണ്ടി, 2019 മോഡൽ പെട്രോൾ, 48,000 കിലോമീറ്റർ ആകൂടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 6 ലക്ഷം രൂപയാണ് ആകൂടി ചോദിക്കണ. കമ്പനി സർവീസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അടുത്തത് സ്വിഫ്റ്റ് ഒരെണ്ണം നിൽക്കുന്നുണ്ട്. 2000 ഇത് ZXi ആട്ടോ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ZXi ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിട്ടാ. KL 75, അതായത് തൃശ്ശൂർ തന്നെ തൃപ്രയാർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടി. 2019 മോഡൽ റെഡ്, 32,000 കിലോമീറ്ററോട് സിംഗിൾ ഓണർ വണ്ടി, 7,10,000 രൂപ. ഇതേ വേറൊരു സ്വിഫ്റ്റും കൂടി ഉണ്ട്. സ്വിഫ്റ്റിന്റെ വരിയാണ് ഇവിടെ 3 സ്വിഫ്റ്റായി കാണുന്നു. ഇത് VXi 2023 മോഡല്, പെട്രോൾ, 42,000 കിലോമീറ്ററോട് സിംഗിൾ ഓണർ വണ്ടി, 6,20,000 മാനുവലാണ് കേട്ടോ. ലാസ്റ്റ് വണ്ടി ഈ റോയിലുള്ള ലാസ്റ്റ് വണ്ടി. പക്ഷേ ഈ വണ്ടിക്ക് വീണ്ടും ഇതില്ല, പേപ്പർ വെച്ചിട്ടില്ല. ന്യൂ സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കാം മേ ബി പേപ്പർ വയ്ക്കാത്ത. സോ ഈ രജിസ്ട്രേഷൻ നമ്പറും ഈ വണ്ടിയുടെ പേര് അടിച്ചു തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ സ്പെഷ്യലി നിങ്ങൾക്ക് എടുത്തുതരാം. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എത്രയും വേഗം ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത റോളിലേക്ക് പോവാം. അപ്പോൾ ഈ ഷോറൂമിൽ ഞാൻ നേരത്തെ കാണിച്ച 2 വരിയിൽ, ഈ ഓപ്പോസിറ്റ് നിൽക്കണം ആ 2 വരിയിൽ നമുക്കൊരു എക്കണോമിക് ക്ലാസ് ആട്ടോ, ഒരു 10 രൂപയുടെ ഉള്ളിൽ, ഒരു 5 രൂപ റേഞ്ചിലൊക്കെ ഉള്ള 1 രൂപ, അതായത് 95,000 രൂപ തൊട്ട് മേലേക്കുള്ള അടിപൊളി വണ്ടികളുണ്ട്. അതാണ് ആ റോളിൽ കാണിച്ചത്. ഇനി നിങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു പ്രീമിയം ലെവൽ സാധനങ്ങൾ, അതായത് ക്രെറ്റ മാനുവൽ, KL 51, 2019 മോഡല്, ഡീസൽ, 55,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ, 10 ലക്ഷം രൂപയായിട്ട് ആകെ കൂടി ചോദിക്കണം. എനിക്ക് കാണാൻ 8 രൂപ 8.5 രൂപ വരെ ലോൺ കയറാൻ സാധ്യതയുണ്ട്. ഇതൊരു സാധാ സിമ്പിൾ എക്കണോമിക് ക്ലാസ്
2,45,000 രൂപ ചോദിക്കുന്നു. 2014 മോഡലുണ്ട്, 1,50,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2,45 ചോദിക്കുന്നത്. ഫിയസ്റ്റ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ബെൻസ് ഓടിക്കുന്ന പോലത്തെ വണ്ടി കേട്ടോ. സാധനം സൂപ്പർ സാധനം. ഇത് എഴുതിയിട്ടില്ല കേട്ടോ, ഏത് പേപ്പർ ഇട്ടിട്ടില്ല, പുതിയ സ്റ്റോക്ക് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും കറക്റ്റാ വൈറ്റ് കളർ താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തൊരു കിട്ടില്ല സാധനം, ഗംഭീര സാധനം. നോക്കിയേ നിങ്ങൾ സാധനം ന്യൂ ഷേപ്പ് ആക്കിയിട്ടുള്ള വണ്ടി. അതായത് ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങണ റേറ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപ അവിടേക്ക് റേറ്റ് ഉള്ള വണ്ടിയാണത്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയതാണ്. അല്ല, ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് 15-16 കൊല്ലത്തെ പഴക്കമുണ്ട്. പക്ഷെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കണത് ഒരു രക്ഷയില്ല. വണ്ടി കാണാനാണ്, നേരിട്ട് കാണണം വണ്ടി. ഇതാ ഒരു ഫീല് മനസ്സിലാവണമെങ്കിൽ. ഇന്റീരിയർ ഈ വണ്ടിയുടെ അടിപൊളിയാണ്. ഈ വണ്ടിക്ക് ഇവർ 30 ലക്ഷം രൂപ ചോദിക്കണം. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 10 ലക്ഷം രൂപയുടെ മേലെ ഈ വണ്ടി ഫുള്ള് ചിലവാക്കിയിട്ടുണ്ട്. റീടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, പുതിയ റീടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ടൊക്കെ ന്യൂ ഷേപ്പിൽ ആക്കിയിട്ട് 2010 മോഡൽ ഡീസൽ 1,80,000 കിലോമീറ്റർ ടൊയോട്ട ഓടിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,80,000 കിലോമീറ്റർ ഇനി ഒന്നും ആയിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 8 ലക്ഷം 9 ലക്ഷം കണ്ണും പൂട്ടി ഓടിക്കാം. 30 ലക്ഷം രൂപ ചോദിക്കലു. 3rd ഓണർഷിപ്പ് ആയിട്ടുള്ള കേട്ടാ, 15 കൊല്ലമായിട്ട്. അടിപൊളി വണ്ടിട്ടാ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. അടുത്തൊരു ക്രെറ്റ 2019 മോഡൽ പെട്രോൾ 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 8,85,000 രൂപ ചോദിക്കുന്നു കേട്ടോ ക്രെറ്റ. ഇത് നമ്മുടെ മറ്റേ സാധനം ഹെക്സ 5533 ഫാൻസി നമ്പർ 875 2018 മോഡൽ ഡീസൽ മാനുവല് 875 സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടിട്ടാ. ഇന്നോവനേക്കാൾ സുഖമായിട്ട് ശരിക്കും ഈ വണ്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ഭയങ്കര രസമാണ്. ഒരു 5-6 പേർക്ക് സുഖമായിട്ട് അടിച്ച് പൊളിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഒരു റോയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താണ്ട്. ഇതിന്റെ ഇടയ്ക്കൂടെ ഇതാണ് ഷോറൂം. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഓടിച്ചു വന്ന വണ്ടിയാണത്. ഇതും സെയിലിനുള്ളതാണ്. 2012 മോഡല്. നമ്മൾ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ റേഞ്ചിലാണ് ചോദിക്കണേ. നെഗോഷ്യബിൾ ആണ്. നേരിട്ട് വരാം. വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഷോറൂമിലല്ല. ഈ വണ്ടി അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ തന്നെ നിങ്ങൾക്ക് എവിടെയും കൊടുത്ത് കാണിച്ചു തരാം. തൃശ്ശൂർ ടൗണിൽ മതി. സോ ലാസ്റ്റത്തെ ഈ ഒരു വരിയും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത് മഹേന്ദ്രയുടെ വണ്ടിട്ടാ. TUV 300 2016 മോഡൽ ഡീസൽ 4,25,000 അമ്പവും സൂപ്പർ വണ്ടിട്ടാ. വാല്യൂബിൾ, അതായത് വാല്യൂ ആണ്. ഇത് 2000 സെയിം വില 4,85,000 ഡീസൽ 1.35 ഓടി 2016 മോഡൽ. രണ്ടും സെയിം വില, സെയിം മോഡൽ, സെയിം ഓണർഷിപ്പ് കാര്യങ്ങളായിട്ട് കിടക്കുന്ന വണ്ടി. ഇത് മെർസിഡസ് ബെൻസ് GLC ട്ടാ. മെർസിഡസ് ബെൻസിന്റെ GLC 2016 മോഡൽ 69,000 കിലോമീറ്റർ ആ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 25 ലക്ഷം രൂപയാണ് റേറ്റ് പറയണേ. 25 ലക്ഷത്തിൽ നിങ്ങൾ ടാക്സ് അടച്ചിട്ട് വണ്ടി ഇവിടേക്ക് നമ്പർ ആക്കേണ്ടി വരും. ഇത് കിയയുടെ സോണറ്റ് 82,000 കിലോമീറ്റർ സിംഗിൾ ഓണർ 6.5 ലക്ഷം രൂപയാണ് ആ കൂടെ ചോദിക്കണേ. പിന്നെ ഇത് എർട്ടിക വന്നിട്ടുണ്ട് 2018 മോഡല് പെട്രോൾ 36,000 കിലോമീറ്റർ. അടുത്ത ലോ കിലോമീറ്റർ വേണ്ടിയിട്ടാണ്. 36,000 കിലോമീറ്റർ 7,70,000 രൂപ ചോദിക്കണു. ഇത് നമ്മുടെ ലാസ്റ്റ് ഷോറൂമിൻ്റെ വണ്ടി കേട്ടാ. എർട്ടിക VXi 2019 പെട്രോൾ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 8,20,000 രൂപ. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഷോറൂമിലുള്ള എല്ലാ വണ്ടികളും ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി എടുക്കണമെന്ന് പ്രൈസ് കൊണ്ടും അതിൻ്റെ ഓണർഷിപ്പും കിലോമീറ്റർ കൊണ്ടും നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ കൂടുതൽ താല്പര്യപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ പേരും രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ കളറോ വെച്ചിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ എക്സാക്ട് ഡീറ്റെയിലും ആ വണ്ടി കാണാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇതുപോലുള്ള കൂടുതൽ വണ്ടിയുടെ വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.